കാസർഗോഡ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. മലയോര ഹൈവേയിലെ കാറ്റാങ്കവലയിലാണ് അപകടമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ് കാറ്റാങ്കവലയിൽ എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റതായാണ് വിവരങ്ങൾ. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് ഷഫീഖ്, ഇത് എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആളപായമുണ്ടോ? മലയോര ഹൈവേയിലെ കാറ്റാങ്കവലയിലാണ് അപകടമുണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ബസ്സാണ്. ബസ് കാറ്റാങ്കവലയിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ആ ബസ്സിൽ നിരവധി തീർത്ഥാടകർ ഉണ്ടായിരുന്നു. അതിൽ കുറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല, ചെറിയ പരിക്കുകൾ മാത്രമാണ് ആളുകൾക്ക് ഉള്ളത്. പക്ഷേ ആ വളവിലെത്തിയ സമയത്ത് ഈ ബസ് പൂർണ്ണമായും ഈ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു. അതുവഴി കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ സഞ്ചരിക്കുന്ന റൂട്ടാണത്. മലയോര ഹൈവേ ആണ്. മലയോര ഹൈവേയിൽ കാറ്റാങ്കവലയിൽ എത്തിയപ്പോഴാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. ആ അപകടം നിയന്ത്രണം വിട്ടാണ്. ആ ഭാഗങ്ങളിൽ വളവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം വിടുന്നു. അപകടങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നു എന്നാണ് നാട്ടുകാരിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുന്നു. ഈ വാഹനത്തിൽ ഒരുപാട് തീർത്ഥാടകരുണ്ടായിരുന്നോ ഷഫീഖ? മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായും ആ ബസ്സിലുള്ള മുഴുവൻ തീർത്ഥാടകരെയും ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളുടെയും പരിക്കുകൾ ചെറിയ നിസ്സാര പരിക്കുകൾ മാത്രമേ ഈ തീർത്ഥാടകർക്കുള്ളൂ. കാര്യമായ പരിക്കുകളില്ല. വലിയ അപകടം ആണെങ്കിലും ഇങ്ങനെ ആളപായം ഉണ്ടാവാത്ത സ്വഭാവത്തിൽ ദുരന്തം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അവരെ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ മറിയുന്നത് പതിവാണെന്ന് നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട്. മലയോര ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇറക്കവും വളവും ഉള്ള റോഡാണ്. ആ ഭാഗങ്ങളിൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുന്ന സാഹചര്യം. ആ വഴി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരാവുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. മലയോര ഹൈവേ ആണ്. ആ വഴിയായിരുന്നു ഈ വാഹനം എത്തിയത്. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.